നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ സീതേട്ടാ. അല്ല, സൂര്യ ഇപ്പൊ എവിടെ? ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കിക്കൊണ്ടിരിക്കുക സേതുവേട്ടാ. ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. സേതുവേട്ടൻ എവിടെയാ? സൂര്യ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. സൂര്യ, എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അല്ല, ഭാവനയെ തട്ടിക്കൊണ്ട് പോകാനും മാത്രം ആൾക്ക് അവളോട് ഇത്ര ശത്രുത? അത് നമുക്ക് അറിയില്ലല്ലോ സേതുവേട്ടാ. ആ അനിരുദ്ധനും ഞാനും SI അജിത് സാറും കൂടെ പൊക്കിയിട്ടുണ്ട്. അയാളിപ്പോ ലോക്കപ്പില്ല. അല്ല, അയാളാണ് ഇതിന്റെ പിന്നിൽ ഇപ്പോഴും? പറയാൻ പറ്റില്ല സേതുവേട്ടാ. എന്തായാലും ഭാവന വീട്ടിലുള്ള സമയത്ത് മാനസയുടെ അച്ഛൻ അനിരുദ്ധനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയത്തിന്റെ പുറത്ത് അയാളെ പൊക്കിയത്. സൂര്യ, എങ്കിലും ഉറപ്പായിട്ട് അയക്കും പങ്കുണ്ടാവും. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സേതുവേട്ടാ. അവര് തമ്മിലിപ്പോ ബിസിനസിന്റെ ഏർപ്പാടുകളൊക്കെ ഉള്ളതാ. പിന്നെ അവര് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. സൂര്യ, അജയനായിട്ട് 2 പൊട്ടിച്ചുള്ള സത്യം മുഴുവൻ വെളി വരും. അയാളെ എന്റെ കിട്ടാൻ ഞാൻ ചോദിച്ചോളാം. ഒരു പന്ന റാസ്കൽ അയാൾ. ഭാവനെ അങ്ങനെ എന്തെങ്കിലും അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന് സേതുവേട്ടൻ കണ്ടോ? ഒരിക്കലും ഒരു ചതി അവര് ഭാവനയോട് ചെയ്തതുകൊണ്ട് വീണ്ടും ഭാവനയെ ഉപദ്രവിക്കാൻ ചാൻസ് കുറവാ. എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല. സൂര്യ, ആ അനിരുദ്ധനെ നല്ലോണം ചോദ്യം ചെയ്താലുള്ള സത്യം മുഴുവൻ പുറത്തു വരും. വരട്ടെ സേതുവേട്ടാ. എന്റെ ഭാവന എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ സൂര്യ ഇല്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭാവനയില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. ഞാൻ വിളിക്കാൻ സേതുവേട്ടാ. ശരി. എനിക്ക് എന്റെ മോളെ കാണണം. അമ്മേ, സൂര്യ എന്താ പറഞ്ഞേ? സൂര്യ എപ്പോഴും ഭാവന അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഭാവനയില്ല സൂര്യ നമ്മുടെ മുന്നോട്ട് വരത്തില്ലെന്നാ പറയുന്നത്. ഭാവന ഇല്ലെങ്കിൽ പിന്നെ സൂര്യ ഇല്ല സേതുട്ടാ, അതിലൊരു സംശയവും വേണ്ട. ആ അനിരുദ്ധനെ SI സാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ അജയൻ അനിരുദ്ധനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംശയത്തിന്റെ പേരിലാണ് ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ അജയനും ഇതിൽ പങ്കുണ്ടാകും മോനെ. അമ്മ, എനിക്ക് വലിയൊരു സംശയമുണ്ട്. എങ്കി വാ മക്കളെ, നമുക്ക് ഇപ്പൊ തന്നെ എല്ലാവർക്കും സൂര്യയുടെ വീട്ടിലോട്ട് പോയാലോ? പോകാം. എനിക്ക് ജയ ഒന്ന് കാണണം. ഇപ്പൊ അവളുടെ നെഞ്ചിലെ കല്ലിറങ്ങിയോന്ന് എനിക്ക് ചോദിക്കണം. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ മോളെ കൊണ്ടുപോകാൻ വല്ലാത്ത ധൃതിയായിരുന്നല്ലോ അല്ലേ? എന്തായാലും നോക്കാമേ. ഇനി അഥവാ പോകേണ്ടി വന്നാലും രാവിലെ എണീറ്റ് പോവാം. അതിനുള്ളിൽ ഭാവനയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കത്തില്ല. എനിക്ക് വയ്യ സേതു. രാവിലെ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലടാ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ തന്നെ കാണണം. അമ്മേ, വേണ്ട മായേ, എനിക്കൊന്നും കേൾക്കണ്ടായേ. എന്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് പോ. അമ്മ വിഷമിക്കല്ലേ. ഇതൊക്കെ പറയാൻ എളുപ്പ. അയ്യോ, എനിക്ക് കഴിയുന്നില്ലേ. എന്റെ ഭഗവാനെ, ഞാൻ എന്താ വേണ്ടത്? ഞാനെന്നാ പോയിട്ട് വരാം ഒന്നുകൂടെ. അമ്മ വിഷമിക്കാതെ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാവുള്ളേ സേതു. സേതുട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോ. കഴിച്ചാ ഒന്നും ഇറങ്ങത്തില്ല. ആദ്യം അവളെ കിട്ടട്ടെ. എന്റെ മോള് എവിടെയാ? എന്റെ മോക്കൊന്നും സംഭവിക്കരുത്. അവൾ എത്രയും വേഗം തിരിച്ചു വരണേ. എന്റെ മക്കളെ.